വരുണിന്റെ കൊലപാതകത്തിൽ ജോർജ് കുട്ടിയും കുടുംബവും കുടുങ്ങുമോ? 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയിൽ നിന്നും ബ്യൂറോക്രസിയെ മുൾമുനയിൽ നിർത്തുന്ന സസ്പെൻസുകൾ എന്തായിരിക്കും? ദൃശ്യം 3ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. മലയാളത്തിന്റെ ത്രില്ലർ സിനിമയ്ക്ക് ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രത്തിന്റെ 3ാം ഭാഗമെത്തുന്നത് അടുത്ത മാസം 2-നാണ്. സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഏതറ്റവും പോകുന്ന ജോർജ് കുട്ടിക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. സമർത്ഥമായ നീക്കങ്ങളിലൂടെ ഓരോ വെല്ലുവിളികളെയും അതിജീവിക്കുമ്പോഴും പിന്നെയും ചില ആകസ്മികതകൾ മുന്നിലെത്തുന്നു. 2ാം ഭാഗത്തിന്റെ ഒരു നരേറ്റീവ് പാറ്റേൺ ആയിരിക്കില്ല 3ാം ഭാഗത്തിലെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിസ്മയിപ്പിക്കും ജിത്തു ജോസഫ് മാജിക് എന്ന് പ്രേക്ഷകർക്കൊപ്പം സിനിമാ ലോകവും കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ കാര്യം അവരുടെ കയ്യിൽ നിന്ന് പിടികൂടും. ജോർജ് കുട്ടിയായി മോഹൻലാലും, റാണി ജോർജായി മിനിയും, അഞ്ജു ജോർജായി അൻസിബയും, അനു ജോർജായി എസ്തറും, ഗീരാ പ്രഭാകറായി ആശാ ശരത്തും വീണ്ടും എത്തുമ്പോൾ ഇതിനകം ഹിറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രീ ബിസിനസ് ഡീലിലൂടെ റിലീസിന് മുമ്പ് തന്നെ മുതൽ മുടക്ക് നേടിക്കഴിഞ്ഞു ദൃശ്യം 3. ഒരു പ്രാദേശിക ഭാഷാ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്. തിയേറ്റർ, ഓവർസീസ്, ഡിജിറ്റൽ അവകാശങ്ങൾ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയത് റെക്കോർഡ് തുകയ്ക്കാണ്. ആദ്യ ചിത്രത്തിന് ശേഷം 13 വർഷം കഴിഞ്ഞാണ് 3ാം ഭാഗം എത്തുന്നത്. കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങൾക്കൊപ്പം പശ്ചാത്തലവും കഥാസാഹചര്യങ്ങളും മാറിക്കഴിഞ്ഞു. പ്രേക്ഷകരുടെ കാഴ്ചയിലും കാഴ്ചപ്പാടിലും വന്നു ഏറെ മാറ്റങ്ങൾ. എന്നാൽ ഹിറ്റല്ല, സൂപ്പർ ഹിറ്റാകും ദൃശ്യം 3 എന്നുറപ്പ്. കാരണം അരയും തലയും മുറുക്കി കാഞ്ഞ ബുദ്ധിയുമായി വരുന്നത് ജോർജ് കുട്ടിയാണ്.